രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റിൽ കാര്യമായി ഒന്നും ലഭിച്ചില്ല എങ്കിലും മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കോട്ടയത്തിന് ഒരുപാട് പ്രതീക്ഷയാണുള്ളത്. സ്വന്തമായി ഒരു കേന്ദ്രമന്ത്രിയുള്ള ജില്ലയ്ക്ക് റബ്ബർ അടക്കമുള്ള മേഖലകളിൽ കാര്യമായി എന്തെങ്കിലും കിട്ടുമോ എന്നാണ് നാളെ മന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിൽ കോട്ടയം ഉറ്റുനോക്കുന്നത്. റബ്ബറിനുള്ള കൈത്താങ്ങ്, റെയിൽ റോഡ് വികസനം, കൃഷി, വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ വലിയ പ്രഖ്യാപനങ്ങൾ കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥികൾ റബ്ബർ വില സംബന്ധിച്ച് വാതോരാതെ സംസാരിച്ചിരുന്നു. കിതയ്ക്കുന്ന റബ്ബർ വിപണിയെ ഉത്തേജിപ്പിക്കാൻ എന്തുണ്ടാകുമെന്നതും പ്രധാനം തന്നെയാണ്. ബോർഡിന് കിട്ടുന്ന പതിവ് വിഹിതമല്ലാതെ മേഖലയ്ക്കായി പ്രത്യേകിച്ചൊന്നും കേന്ദ്രം നൽകാറില്ല. ഇറക്കുമതി കുറയ്ക്കുകയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കായി പ്രത്യേക പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്താൽ പ്രതിസന്ധി ഒരു പരിധിവരെ പരിഹരിക്കാം. 2, കോട്ടയത്തെ റെയിൽവേ വികസനത്തിന് ചിറകേകുന്ന പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. കോട്ടയം ചങ്ങനാശ്ശേരി സ്റ്റേഷനുകൾക്ക് കൂടുതൽ പരിഗണന ലഭിച്ചേക്കും. പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയായതിനാൽ കോട്ടയം വഴി പുതിയ ട്രെയിനുകൾ പ്രഖ്യാപിക്കാനും സാഹചര്യമുണ്ട്. ശബരിപാത യാഥാർത്ഥ്യമാക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. വിഴിഞ്ഞം യാഥാർത്ഥ്യമായതോടെ തുറമുഖ കണക്ടിവിറ്റി അടക്കം കേന്ദ്രം പരിഗണിച്ച് അനുകൂല സമീപനം സ്വീകരിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ശബരി റെയിലിന്റെ കാര്യത്തിലും പ്രതീക്ഷയേകുന്നത്. KK റോഡ് ഉൾപ്പെടെയുള്ള NH 183യുടെ വികസനത്തിനുള്ള പദ്ധതികളും പ്രതീക്ഷയിലുണ്ട്. ശബരി വിമാനത്താവളം പദ്ധതിയുടെ അനുമതി സംബന്ധിച്ചുള്ള പരാമർശവും കാത്തിരിക്കുകയാണ്. 3, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ കുമരകം ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്നാണ് ഉറ്റുനോക്കുന്നത്. ടൂറിസം സർക്യൂട്ട് പദ്ധതിയടക്കം കോട്ടയം കൊതിക്കുന്നുണ്ട്. 4, കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നൈപുണ്യ വികസന വിദ്യാഭ്യാസ ശാലകളും കോട്ടയത്തിന് ആവശ്യമായുണ്ട്. വലവൂരിലെ IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, നവോദയ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ എന്നിവ മാത്രമാണ് ഇപ്പോഴുള്ളത്. IITയുടെ വിപുലീകരണം ഉൾപ്പെടെയുള്ള സാധ്യതകൾ കേന്ദ്രം പരിഗണിക്കണം. 5, പക്ഷിപ്പണി വിടാതെ പിന്തുടരുന്ന അപ്പർ കുട്ടനാടിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വകുപ്പിൽ നിന്നുള്ള പദ്ധതികളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഉയർന്ന നഷ്ടപരിഹാര തുക, കൂടുതൽ പക്ഷികൾക്ക് സഹായം, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ ആവശ്യങ്ങളും ഏറെയാണ്. 2024-25 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാൻ ഇരിക്കെ സാധാരണക്കാരുടെ മനസ്സിലേക്ക് എത്തുന്നത് ആദായ നികുതി നിരക്ക് കുറയ്ക്കുമോ എന്നത് തന്നെയാണ്. തൊട്ടുപിന്നാലെ ഏതൊക്കെ വസ്തുക്കൾക്ക് വില കൂടും, ഏതിനൊക്കെ വില കുറയും എന്നൊക്കെയായിരിക്കും. മറ്റൊന്ന്, ഓഹരി വിപണി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കലാണ്. സന്ദേഹികളായ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾക്കും നിക്ഷേപകർക്കും മുന്നിൽ സർക്കാരിന് സാമ്പത്തിക നയം വ്യക്തമാക്കാനുള്ള അവസരമാണിത്. സമ്പദ്ഘടനയും ഓഹരി വിപണിയും ആഗോള ധനകാര്യ സ്ഥാപനങ്ങളും ഈ സന്ദേശത്തിനായി കാത്തിരിക്കുകയാണ്. ഇത്തവണത്തെ ബജറ്റിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കലിന്റെ സാധ്യതകൾ എന്തൊക്കെയെന്ന ചർച്ചകൾ ഉയർന്നു കഴിഞ്ഞു. പ്രധാനമായും രാജ്യത്തെ തൊഴിൽ അന്വേഷകരുടെയും തൊഴിൽ എടുക്കുന്നവരുടെയും ആശങ്കകളാണ് ഇതിൽ പ്രതിഫലിക്കുന്നത്. സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമിയുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 8% മുൻ വർഷങ്ങളെക്കാൾ ഉയർന്നതാണിത്. വിപണിയിലെ ഉണർവ് മാത്രം പരിഗണിച്ച ഓഹരി വിൽപ്പനയുമായി കേന്ദ്രം മുന്നോട്ടു പോകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. സ്വകാര്യവൽക്കരണത്തിലൂടെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്നും അതല്ല നിലവിലുള്ള ജോലികൾ പോലും അസ്ഥിരമായേക്കാമെന്നും 2 വാദങ്ങളുണ്ട്. പൊതുമേഖലാ ബാങ്കുകൾ വർഷം തോറും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നവയാണ്. ലാഭത്തിലുള്ള പൊതുമേഖലാ ബാങ്കുകളുടെയും കമ്പനികളുടെയും ഓഹരികൾക്ക് ഇപ്പോൾ വിപണിയിൽ നല്ല പ്രിയമാണ്. SBI, ONGC, ഭാരത് പെട്രോളിയം, ഷിപ്പിംഗ് കോർപ്പറേഷൻ, കണ്ടെയ്നർ കോർപ്പറേഷൻ എന്നിവയുടെ ഓഹരി വിൽപ്പനയാണ് വിപണിയിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത്. BPCL വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അടുത്തിടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ തീരുമാനം എന്താകുമെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വിപണിയും ബാങ്കിംഗ് മേഖലയും.